ആദ്യത്തെ ചോദ്യം, എന്തെല്ലാം തരം കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നത്? മലക്കറി ഐറ്റംസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പച്ചക്കറി, പയറ്, വെണ്ടയ്ക്ക, വഴുതന, കുക്കുമ്പർ, പിന്നെ മാവലിപ്പഴത്തിൽ പറയല്ലേ, കുക്കുമ്പർ, കോവല്, പിന്നെ ബാക്കി ഒത്തിരി ഐറ്റംസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ, കൃഷിയിലേക്ക് വരാനുള്ള നിങ്ങളുടെ പ്രചോദനം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കൃഷിയിലേക്ക് വന്ന ഒരാളല്ല ഞാൻ. വേറെ മേഖലയിൽ പണിയെടുത്തിട്ടാണ്. അതായത് ഞാൻ ഡ്രൈവറായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം കൊണ്ട് ഞാൻ കൃഷിയിലേക്ക് കടക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന്, വീട്ടിൽ നിന്ന് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയതാണ്. പതുക്കെ അങ്ങനെയാണ് ഇത് കൃഷിയിലേക്ക് വന്നത്. പക്ഷെ ആ കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഗുണവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയപ്പോൾ ഇത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജൈവകൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്താണ്? കൃഷിയിൽ ഏറ്റവും നല്ലോണം വിജയകരമായ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ജൈവകൃഷിയാണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെല്ലാം തരം വളങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അത്യാവശ്യം ജൈവവളങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ രാസവളങ്ങളും അല്പം ചേർക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പുതുതലമുറ കൃഷിയിലേക്ക് വരാത്തത്? നിങ്ങളുടെ ധാരണ എന്താണ്? സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സെയിൽ ചെയ്തിട്ട് നല്ല വില കിട്ടാത്തതുകൊണ്ടാവാം ഒരു കാരണം. അതല്ല എങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സില്ലായ്മയും ആകാം. അത്രയും മതിയാണ്.